Question paper revision 3 Motion in a straight line part 2 2018 improvement. A car traveling at a speed 54 km per hour is brought to rest in 90 seconds. ഒരു കാർ ട്രാവൽ ചെയ്യുന്ന സ്പീഡ് 54 km per hour ആണ്. അതിനെ റെസ്റ്റിലേക്ക് കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി 0 ആയി in 19 seconds. Find the distance traveled by car before coming to rest. അപ്പോൾ കാർ എത്ര ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്തത്. അപ്പോൾ നമ്മൾ ഇനീഷ്യൽ വെലോസിറ്റി 54 km per hour ആണ്. അതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. നമുക്കറിയാം കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ ആണ്. ഹവറിനെ നമ്മൾ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 60 × 60. അപ്പോൾ 54 × 1000 ഡിവൈഡഡ് ബൈ 60 × 60. അപ്പോൾ നമുക്ക് 15 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെ v = u + at എന്ന ഇക്വേഷൻ യൂസ് ചെയ്യുന്നു. വിയുടെ വാല്യൂ 0 നമ്മൾ പറഞ്ഞു. ടി 90 സെക്കൻഡ് ആണ്. യു നമുക്ക് കിട്ടിയിട്ടുണ്ട്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ a = v - u / t കിട്ടി. 0 - 15/90 അപ്പോൾ -1/6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ അടുത്ത ഇക്വേഷൻ യൂസ് ചെയ്യുന്നു v² = u² + 2as. ഇതിൽ നിന്ന് s ന്റെ വാല്യൂ നമ്മൾ കാണുന്നു. s = v² - u² / 2a. വിയുടെ വാല്യൂ 0, u² എന്ന് പറയുമ്പോൾ 15ന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 × -1/6. അതിന്റെ വാല്യൂ എത്രയാണ് വരുന്നത്? 675 മീറ്റർ. 2 പാരലൽ റെയിൽ ട്രാക്സ് റൺ നോർത്ത് സൗത്ത്. നോർത്ത് സൗത്തിൽ 2 പാരലൽ റെയിൽ ട്രാക്സ് ഉണ്ട്. ട്രെയിൻ എ മൂവ്സ് നോർത്ത് വിത്ത് സ്പീഡ് 15 മീറ്റർ പെർ സെക്കൻഡ്. ട്രെയിൻ എ നോർത്തിലേക്കാണ് മൂവ് ചെയ്യുന്നത് വിത്ത് 15 മീറ്റർ പെർ സെക്കൻഡ്. ട്രെയിൻ ബി മൂവ് സൗത്ത് വിത്ത് സ്പീഡ് 25 മീറ്റർ പെർ സെക്കൻഡ്. ബി സൗത്തിലേക്കാണ് 25 മീറ്റർ പെർ സെക്കൻഡിൽ മൂവ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ? വിത്ത് റെസ്പെക്ട് ടു എ ബിയുടെ വെലോസിറ്റി എന്താണെന്നുള്ളതാണ്. നമുക്ക് VBA = VB - VA എന്ന് കൊടുക്കാം. VBയുടെ വാല്യൂ 25 ആണ്. ബിയുടെ വാല്യൂ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മൈനസ് ഇവിടെ എയുടെ വാല്യൂ 15 ആണ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് -15 ആണ്. അപ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 25 + 15 അപ്പോൾ 40 മീറ്റർ പെർ സെക്കൻഡ്. അടുത്തത് വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ദി ഗ്രൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ബി? അപ്പോൾ ഗ്രൗണ്ട് റെസ്റ്റിലാണ്, ബി മൂവ് ചെയ്യാണ്. അപ്പോൾ ബിയുടെ വെലോസിറ്റി തന്നെയാണ് വരുന്നത്. ബിയുടെ വെലോസിറ്റി എത്രയാണ്? 25 ആണ്. ആൻസർ 25 മീറ്റർ പെർ സെക്കൻഡ്. അടുത്തത് വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് മങ്കി റണ്ണിങ് ഓൺ ദ റൂഫ് ഓഫ് എ ട്രെയിൻ എ എഗെയിൻസ്റ്റ് ഇറ്റ്സ് മോഷൻ വിത്ത് എ വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ് വിത്ത് റെസ്പെക്ട് ടു എ ആസ് ഒബ്സർവ്ഡ് ബൈ എ മാൻ സ്റ്റാൻഡിങ് ഓൺ ദ ഗ്രൗണ്ട്. അപ്പോൾ ഒരു മനുഷ്യൻ ഒരു ഗ്രൗണ്ടിൽ സ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്, നിൽക്കുന്നുണ്ട്. അയാൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ നോക്കുന്ന സമയത്ത് ഒരു മങ്കി ആ ട്രെയിൻ എയിൽ ട്രെയിനിന്റെ മൂവ്മെന്റിന് എതിരായിട്ട് മൂവ് ചെയ്യണം 5 മീറ്റർ പെർ സെക്കൻഡിൽ. അങ്ങനെയാണെങ്കിൽ ആ മങ്കിയുടെ വെലോസിറ്റി എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എ മൂവ് ചെയ്യുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് എയുടെ വെലോസിറ്റി നമുക്കറിയാം 15 ആണ്. മങ്കിയുടെ 5 ആണ്. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് നമുക്ക് എന്ത് വരുന്നുണ്ട്? 15 - 5 = 10 മീറ്റർ പെർ സെക്കൻഡ്. അടുത്തത് യൂസിങ് എ സ്യൂട്ടബിൾ വെലോസിറ്റി ടൈം ഗ്രാഫ് ഡിറൈവ് ദ റിലേഷൻ x = v0t + ½ at². ഇവിടെ നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നു. വെലോസിറ്റി ടൈം ഗ്രാഫ്. എന്നിട്ട് ഏരിയ കാണുന്നു. ഏരിയ ഓഫ് റെക്ടാങ്കിൾ പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ. റെക്ടാങ്കിളിന്റെ ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ v0 × t പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ½ BH ½ × v - v0 × t. v - v0 നമുക്ക് 80 എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇക്വേഷൻ v0 + ½ at × t എന്ന് പറയുമ്പോൾ v0t + ½ at². അത് x ന് ഈക്വൽ ആണ്. A body falling under the effect of gravity is said to be free fall. എന്താണ് ഫ്രീ ഫോൾ എന്ന് പറഞ്ഞിരിക്കുന്നു? ഡ്രോ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് ഫോർ എ ഫ്രീലി ഫോളിംഗ് ഒബ്ജക്റ്റ്. ഫ്രീലി ഫോളിംഗ് ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ്. നമുക്കറിയാം ഇതാണ് ഗ്രാഫ് വരുന്നത്. ഡിഫൈൻ യൂണിഫോം ആക്സിലറേഷൻ ഇഫ് വെലോസിറ്റി ചേഞ്ചസ് ഈക്വൽ എമൗണ്ട്സ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം. വെലോസിറ്റിയിലാണ് ചേഞ്ച്. From the given figures, identify the figure which represents uniformly accelerated motion. ഫിഗറിൽ ഏതാണ് യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ എക്സാമ്പിൾ എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം. ഫിഗർ 3 ആണ്.
An object moving along a straight line covers equal distance in equal interval of time. It is said to be in uniform motion. Uniform motion definition തന്നിരിക്കുന്നു. Position time graph of an object in uniform motion. Position time graph of an object in uniform motion നമ്മൾ പഠിച്ചിട്ടുണ്ട്. Straight line ആണ്, inclined to time axis. Derive the relation x is equal to v0 t plus half a t square for a uniformly accelerated motion. നമ്മൾ തൊട്ട് മുമ്പ് ഡിറൈവ് ചെയ്ത ഇതാണ് ഗ്രാഫ് വരച്ച് ഏരിയ കാണുന്നത്. അടുത്തത് which of the following statement is or are true? താഴെ തന്നവയിൽ ഏതൊക്കെയാണ് ശരിയായ സ്റ്റേറ്റ്മെന്റുകൾ എന്നുള്ളത്. An object with constant velocity has always constant speed. An object with constant speed has always constant velocity. An object with zero velocity has always zero acceleration. An object with zero acceleration has always zero velocity. ഇതിലെ ആൻസർ ഒരെണ്ണമാണ് ട്രൂ ആയിട്ടുള്ളത്. An object with constant velocity always has constant speed. ബാക്കിയെല്ലാം തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. An object released near the surface of earth is said to be free fall. Free fall എന്താന്ന് പറഞ്ഞു. Choose the correct alternative from the clues given at the end of the statement. A correct alternative select ചെയ്യാൻ. Free fall is an example of dash accelerated motion. Uniformly or non-uniformly. നമുക്കറിയാം free fall എന്ന് പറഞ്ഞാൽ എന്താണ്? Uniformly accelerated motion example ആണ്. The incomplete table shown the velocity v of freely falling object in a time interval of 1 second. G is equal to 10 meter per second. Complete the table and draw velocity time graph. ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക. ടേബിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ രണ്ട് മിസ്സിംഗ് ആണ് വന്നിരിക്കുന്നത്. റെഗുലർ ആയിട്ടാണ് ചേഞ്ച് ചെയ്യുന്നത് എന്നറിയാം. നമുക്കറിയാം അവിടെ മിസ്സിംഗ് ആയിട്ടുള്ള ഏതൊക്കെയാണ്? 10ഉം അതുപോലെ തന്നെ 20 ആണ്. അത് കഴിഞ്ഞാൽ എന്ത് ഡ്രോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? വെലോസിറ്റി ടൈം ഗ്രാഫ്. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇതാണ് വരുന്നത്. അടുത്തത് ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്താന്ന് നമുക്കറിയാം. അത് ഡിസ്പ്ലേസ്മെന്റ് ആണ്.